ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശ് സിസ്റ്റത്തിൽ ഡാറ്റ ലീക്കായിരിക്കുന്നു. വളരെ ഗൗരവകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അടങ്ങിയ ന്യൂസ് പുറത്തു വന്നിരിക്കുന്നു. വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും അപകടത്തിലാക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. ദ സൈബർ എക്സ്പ്രസ് എന്ന സൈബർ സെക്യൂരിറ്റി ന്യൂസുകൾ നൽകുന്ന ഒരു ഓൺലൈൻ മീഡിയയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡിങ് TCE എക്സ്ക്ലൂസീവ്. ഇന്ത്യയുടെ സ്പർശ് പെൻഷൻ പോർട്ടലിൽ നിന്നും വൻ വിവരച്ചോർച്ച, വിമുക്ത ഭടന്മാരെ അപകടത്തിലാക്കുന്നു. കര, നാവിക, വ്യോമസേനകൾ, ഡിഫൻസ് സിവിലിയൻസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത വെബ് അധിഷ്ഠിത സംവിധാനമായ സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ രക്ഷ അഥവാ സ്പർശ് പോർട്ടലിൽ കാര്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. സ്പർശ് പോർട്ടലിലെ ഡാറ്റ ചോർച്ചയിൽ ആയിരക്കണക്കിന് പെൻഷനേഴ്സിൻ്റെ സെൻസിറ്റീവ് വിവരങ്ങൾ ചോർത്തപ്പെട്ടിരിക്കുന്നു. ഇത് ഇവരുടെ സ്വകാര്യതയെയും സുരക്ഷയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു. ഡിഫൻസ് പെൻഷനേഴ്സിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമായ സ്പർശ് പോർട്ടൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS വികസിപ്പിച്ചെടുത്തതാണ്. ഗണ്യമായ വിപണി മൂലധനത്തിന് പേരുകേട്ട TCS ഇന്ത്യയിലെ മുൻനിര IT കമ്പനികളിൽ ഒന്നായും ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്ന IT സർവീസ് പ്രൊവൈഡറായും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്പർശ് പോർട്ടലിലെ ഡാറ്റ ചോർച്ചയിൽ യൂസർ ഐഡികൾ, പാസ്വേഡുകൾ, URLs, PPO നമ്പറുകൾ തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടുന്നു. ഇത് പല പെൻഷനേഴ്സിൻ്റെയും സാമ്പത്തിക സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. സ്പർശ് ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റഷ്യൻ വിപണിയിൽ വിൽക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത് റഷ്യൻ ഹാക്കർ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആശങ്ക ഉയർത്തുന്നു. ചോർന്ന ഡാറ്റ 0.41 MB വലിപ്പമുള്ളതും $9 വിലയുള്ളതുമാണ്. ലുമോ എന്ന മാൾവെയർ വഴിയാണ് ഇത് സംഭവിച്ചത്. പോർട്ടലിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുന്നത് പ്രാഥമികമായി കേരളത്തിലെ വിമുക്ത ഭടന്മാരുടേതാണ് എന്നതും നമ്മൾ മലയാളികളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ചോർന്ന ഡാറ്റയിൽ ആയിരക്കണക്കിന് പെൻഷനേഴ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫാമിലി ഡീറ്റെയിൽസും ഉണ്ട്. ഇതുവഴി പെൻഷനറുടെ ഡാറ്റയിൽ തിരുത്തലുകൾ വരുത്താൻ അനധികൃത വ്യക്തികൾക്കും സാധിക്കുന്നു. അതുപോലെ തന്നെ പെൻഷനേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെയും വിവരങ്ങൾ അനധികൃത വ്യക്തികൾക്ക് ലഭിക്കുന്നു. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാ സ്പർശ് പെൻഷനേഴ്സും മുൻകരുതൽ നടപടിയായി പാസ്വേഡുകൾ ഉടനടി മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ പെൻഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.